ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നും സെറ്റ് ഇംഗ്ലീഷിന്റെ ഒരു MCQ ആണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ പ്ലേലിസ്റ്റിൽ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിന്റെ സൈഡിലായിട്ട് ആ വീഡിയോസ് എല്ലാം കാണാം. താല്പര്യമുള്ള എല്ലാവർക്കും അതിലെല്ലാ MCQസും നോക്കാം. അതിൽ MCQ മാത്രമല്ല, ചില ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. സോ ഇന്ന് നമ്മൾ ഈ ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന സെറ്റിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ഇംഗ്ലീഷ് ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടായിരിക്കുക. സോ കാണാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോസ് കാണാം. എന്തായാലും ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് അധികവും പോയിട്രി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഇന്നലെ നമ്മൾ ഷേക്സ്പിയറിനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. The label metaphysical poets was popularized by which 18th century critic in his book Life of Cole? ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന ടേം പോപ്പുലറൈസ് ചെയ്തത്. അതിനു മുൻപ് ബൈഡനൊക്കെ ഈ വേർഡ് പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ജോൺസന്റെ ലൈഫ് ഓഫ് കുള്ളെ എന്ന് പറയുന്ന ബുക്ക് 1779 വന്നിട്ടുള്ളത്. അവിടെയാണ് ജോൺ ഡൺനെയൊക്കെ പറ്റി അഫക്ട്സ് ദ മെറ്റാഫിസിക്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് ഡ്രൈഡൻ ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ജോൺസന്റേതായിട്ടുള്ള പോപ്പുലറൈസേഷൻ വരുന്നത് ഈ ഒരു ബുക്കിൽ നിന്നാണ്. ഡ്രൈഡൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. വിച്ച് പോയറ്റ്സ് കളക്ഷൻ ദ ടെമ്പിൾ 1633 is a central work of devotional metaphysical poetry, including shaped poems like Easter Wings. ജോർജ് ഹെർബർട്ട് എന്ന് പറയുന്ന മെറ്റാഫിസിക്കൽ പോയറ്റ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, കാരണം it is renowned for its plain spoken devotional lyrics and visually patterned poems. Okay. Andrew Marvell's famous Carpe Diem poem, urging a reluctant beloved to seize the moment is, അതായത് കാർപ്പേഡിയം എന്ന് പറയുന്ന ഫിലോസഫിയിൽ എഴുതിയിട്ടുള്ള ആൻഡ്രൂ മാർവെലിന്റെ പോയം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ടൈമിന്റെ വിങ്ഡ് ചാരിയറ്റ് വരുന്നതിന് മുമ്പേ നമുക്ക് പ്രണയിച്ച് തീർക്കാം എന്ന് പറയുന്ന ഒരു കവിതയാണത്. ഓക്കെ, ടു ഹിസ് കോയ് മിസ്ട്രസ്. കോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണിക്കുന്ന മിസ്ട്രസ്. സോ കം ടു മീ എന്നുള്ള രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. ഇത്തിരി സെൻഷ്വൽ ആയിട്ടുള്ള ഒരു പോയമാണ്. വിച്ച് ഡൺ കളക്ഷൻ gathers his witty secular love lyrics, including the flea and the sunrising. ജോൺ ഡണ്ണിൽ ഉള്ള ചോദ്യമാണ്. ഉത്തരം നിങ്ങൾക്ക് കാണാം. സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്ന് പറയുന്നതിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് അദ്ദേഹത്തിന്റെ മരണശേഷം പോസ്റ്റ്മസ്ലി ആണ് 1633 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഹെൻറി വോഗൻസ് ഡിവോഷണൽ പോയട്രി ഇൻ സാലക്സ് Scintillans shows a deep, explicitly acknowledged depth to which earlier metaphysical poet? ഈ ഡിവോഷണൽ പോയട്രിയിൽ കൂടെ ഹെൻറി വോഗൻ ഏത് മെറ്റാഫിസിക്കൽ പോയറ്റിനെയാണ് അക്നോളജ് ചെയ്ത് ഡെപ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജോർജ് ഹെർബർട്ട് എന്ന് പറയുന്ന അടുത്ത ഒരു മെറ്റാഫിസിക്കൽ പോയറ്റിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇവിടെ പറയുന്ന കാരണം ഈ ക്രെഡിറ്റ്, ഇത് എഴുതാനുള്ള ഈ ഒരു ക്രെഡിറ്റ്, ഈ ഒരു ഡെപ്റ്റ് എടുത്തിരിക്കുന്നത് ഹെർബർട്ടിന്റെ ഡിവോഷണൽ ശൈലിയിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ടാണ്. The metaphysical conceit, a hallmark of the school, is best defined as an extended, elaborate comparison yoking together starkly dissimilar things. Okay. ഡിസിമിലർ ആയിട്ടുള്ള, ഒരു ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളെയാണ് ഇവരെന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ജോൺ ഡണ്ണിന്റെ ഒക്കെ എടുത്താൽ അറിയാം അല്ലേ. ജോൺ ഡണ്ണിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളതാണ് നമ്മളുടെ ഈ കോമ്പസിന്റെ മെറ്റഫർ എന്ന് പറയുന്നത്. ഓക്കെ, റിച്ചാർഡ് ക്രാഷോസ് ഓർണിറ്റ് സെൻഷ്വസ് റിലീജിയസ് വേഴ്സ് ഷോസ് ദ ക്ലിയറസ്റ്റ് അഫിനിറ്റി വിത്ത് വിച്ച് കോണ്ടിനെന്റൽ പോയറ്റിക് ട്രഡീഷൻ. എവിടെ നിന്നാണ് റിച്ചാർഡ് ക്രാഷോന്റെ ഈ ഒരു ട്രഡീഷൻ നമുക്ക് എടുക്കുക, കാണുക എന്നാണ് ചോദിക്കുന്നത്. ഇറ്റാലിയൻ ആൻഡ് സ്പാനിഷ് ബറോക്ക് ഡിവോഷണൽ പോയട്രി. ഓക്കെ, ഇത് എടുത്തിരിക്കുന്നത് നമുക്ക് അങ്ങനെയുള്ള റൈറ്റേഴ്സിന്റെ പോയറ്റിക് എക്സ്പേർട്ടിൽ നിന്നാണ് എന്ന് അറിയാൻ പറ്റും.
Abraham Cooley, grouped among the metaphysicals by Johnson, he is best known for introducing which loosely structured poetic form to English, inspired by an ancient Greek poet. എബ്രഹാം കുലി എന്ന് പറയുന്ന ആള് ഏത് തരത്തിലുള്ള ഒരു പോയറ്റിക് ഫോമിനെയാണ് ഇംഗ്ലീഷ് കവിതയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ദ ഇറഗുലർ പിൻഡാരിക് ഓഡ് എന്നുള്ളതാണ് ഉത്തരം. കുലേസ് പിൻഡാരിക് ഓഡ്സ് 1656 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. Introduced the irregular, loosely structured Pindaric ode to English poetry, later imitated by Gray. ഗ്രേന്റെ പോയംസ് നമുക്കറിയാം. അതുപോലെ കോളറിഡ്ജ്, വേർഡ്സ്വർത്ത് ഒക്കെ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇൻ ഡൺസ് എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ്, ദ ഫേമസ് കൺസീറ്റ് കമ്പയർസ് ദ സോൾസ് ഓഫ് ടു പാർട്ടിംഗ് ലവേഴ്സ് ടു ഏതുമായിട്ട്? അത് വളരെ സിമ്പിൾ ചോദ്യമാണ്. ദ ലെഗ്സ് ഓഫ് എ മാത്തമാറ്റിക്കൽ കോമ്പസ്. ഡൺ കമ്പയർസ് ദ ലവേഴ്സ് സോൾസ് ടു എ കോമ്പസ് ടു ലെഗ്സ്. അല്ലെ, ഒന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സ്റ്റേബിൾ ആയി നിൽക്കും. T.S. Eliot's essay, The Metaphysical Poet, അത് തന്നെ ഒരു ചോദ്യമാണ്. ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന എസ്സേ എഴുതിയത് ആര്? T.S. Eliot. Argued that after Donne's generation, English poetry suffered from a what? Disassociation of sensibility. നമ്മൾ 2 ദിവസം മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. 2 ദിവസം മുന്നത്തെ ക്ലാസ് ഒക്കെ ഒന്നെടുത്ത് കാണാൻ ശ്രമിക്കുക. എന്തായാലും ടൈം ഉണ്ടാവില്ല, നമുക്കൊരു 9 ദിവസം കൂടെ മുമ്പിലുണ്ട്. സോ അതിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം അവരെ പോലെ തോട്ടും ഫീലിംഗും ഒന്നിച്ചുണ്ടാക്കുന്ന ഒരു റൈറ്റേഴ്സ് പിന്നെ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് ഏലിയറ്റ് പറയുന്നത്. ഓക്കെ. ജെയിംസ് തോംസൺസ് ലോങ് ഡിസ്ക്രിപ്റ്റീവ് പോയം ദ സീസൺസ്, an early landmark of nature poetry, is composed in blank verse-ലാണ് ദ സീസൺസ് എന്ന് പറയുന്ന പോയം ജെയിംസ് തോംസൺ എഴുതിയിട്ടുള്ളത്. തോമസ് ഗ്രേസ് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് 1751. ഓക്കെ. ഈസ് റിട്ടൺ ഇൻ വിച്ച് സ്റ്റാൻസ ഫോം? എലിജിയാക് ക്വാട്രൈൻസ് എന്ന് പറയുന്ന എ ബി അയാംബിക് പെന്റമീറ്ററിൽ ചേർത്ത് എഴുതിയിട്ടുള്ളതാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. വില്യം കോളിൻസ് അറ്റ്മോസ്ഫിയറിക് ഓഡ്സ് സച്ച് ആസ് ഓഡ് ടു ഈവനിങ് ആർ ഓഫൺ റെഡ് ആസ് സിഗ്നിഫിക്കൻറ്റ് ചീഫ്ലി ഫോർ ദെയർ. എന്തിനെ ബേസ് ചെയ്ത്, എന്തിന്റെ സിഗ്നിഫിക്കൻസിലാണ് വില്യം കോളിൻസിന്റെ ഓഡ് ടു ഈവനിങ് ഒക്കെ പറയുന്നത്? എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻറ്റ് എലമെന്റ്? ആന്റിസിപ്പേഷൻ ഓഫ് റൊമാൻറ്റിക് മൂഡ് ആൻഡ് സെൻസിബിലിറ്റി. ഓക്കെ. Edward Young's long meditative poem on death and immortality, a key text of the Graveyard School, is titled. ഇപ്പോൾ എഡ്വേർഡ് യങ്ങിന്റെ ഈ ടെക്സ്റ്റിന്റെ പേരെന്താണെന്നാണ് ഒരു ബേസിക്കലി ചോദിക്കുന്നത്. നൈറ്റ് തോട്ട്സ്. യങ്സ് നൈറ്റ് തോട്ട്സ് alongside Robert Blair's The Grave exemplifies the melancholic graveyard school of poetry. അപ്പോൾ ഗ്രേവിയാർഡ് സ്കൂൾ പോയിട്രിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പഠിച്ചാൽ നന്നായിരിക്കും. വില്യം കൂപ്പേഴ്സ് ലോങ് blank verse poem contrasting rural domestic contentment with urban corruption is titled as what? അപ്പൊ വില്യം കൂപ്പറിന്റെ ലോങ് ബ്ലാങ്ക് വേഴ്സ് പോയം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ടാസ്ക് എന്നുള്ളതാണ് പോയതിന്റെ പേര്. When was it published? 1785 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. തോമസ് ചാറ്റർട്ടൺ, The Marvelous Boy, later praised by Wordsworth, achieved fame for poems fraudulently attributed to a fictitious medieval monk named. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മാർവലസ് ബോയ് എന്ന് പറയുന്ന തോമസ് ചാറ്റർട്ടന്റെ ഇത് എവിടെ, എങ്ങനെയാണ് ഇതിലൊരു മോങ്കിന്റെ പേര് വന്നിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അതില് തോമസ് റോളെ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളത്. ചാറ്റർട്ടൺ forged Rowley's poems, claimed as the work of a 15th century Bristol monk, preceded his tragic death at 17, making him a romantic icon of doomed genius. James
Macpherson's controversial and hugely influential Ocean Poems 1760-കളിൽ ഇറങ്ങിയത് ക്ലെയിം ടു ബി ട്രാൻസ്ലേഷൻസ് ഓഫ് ഹും, അല്ലെങ്കിൽ എവിടെ നിന്ന്, ആൻഷ്യൻ ഗേലിക് ഓർ സ്കോട്ടിഷ് എപ്പിക് പോയട്രിയിൽ നിന്നാണ് ജെയിംസ് മെക്പേഴ്സന്റെ ഓഷ്യൻ പോയംസ് ട്രാൻസ്ലേഷൻസ് ആയി എടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. റോബർട്ട് ബേൺസ് പോയട്രി, blending Scots dialect with lyric and satirical forms, is considered pre-romantic chiefly for its what? റോബർട്ട് ബേൺസിന്റെ പോയത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കുന്നത്. സെലിബ്രേഷൻ ഓഫ് നാച്ചുറൽ ഫീലിംഗ്, കോമൺ ലൈഫ് ആൻഡ് ഇൻഡിവിജ്വൽ സെന്റിമെന്റ്. ഇതിനു വേണ്ടിയിലാണ് റോബർട്ട് ബേൺസിന്റെ ഇതിന് നന്നായിട്ട് പറയാൻ കാരണം ബേസിക്കലി ഇവിടെ വരുമ്പോഴേക്കും റൊമാൻറ്റിക് പീരീഡിന്റെ ഒരു ടച്ച് ഒക്കെ വരും, പ്രീ റൊമാൻറ്റിക് പീരീഡിലേക്ക് വരുന്നുണ്ട്. വില്യം ബ്ലേക്സ് സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ് പ്രസന്റ് contrary states of the soul, famously contrasting the lamb with, അതായത് വില്യം ബ്ലേക്കിന്റെ കവിതകളിൽ ഏറ്റവും മികച്ചതായിട്ട് അറിയപ്പെടുന്നതാണ് ദ ലാംബ്. അതിന്റെ കൂടെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയുണ്ട്, അതേതാണെന്നാണ് ചോദിക്കുന്നത്. അത് വന്നിരിക്കുന്നത് രണ്ടും കൂടെ ചേർന്ന് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബുക്കിലായിട്ടുള്ള സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസിലാണ്. അപ്പൊ ഈ പറയുന്ന രണ്ടാമത്തെ കവിതയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അത് ദ ടൈഗർ എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ടൈഗർ ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് ഇൻ ദ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കവിത. ഓക്കെ, അത് ദ ലാംബ് എന്ന് പറയുന്ന കവിതയുമായി ഓപ്പോസിറ്റ് സ്റ്റേറ്റിൽ നിൽക്കുന്നതാണ്. ക്രിസ്റ്റഫർ സ്മാർട്ട്സ് ഐഡിയോസിൻട്രാക്റ്റിക് റിലീജിയസ് പോയം ജുബിലേറ്റ് ആഗ്നോ, written partly during his confinement in an asylum, is notable for its what? ഈ പോയത്തിന്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാറ്റലോഗ് ലൈക്ക് ലിറ്റനി സ്റ്റൈൽ വേഴ്സ് പ്രൈസിങ് ക്രിയേഷൻ ഇൻക്ലൂഡിങ് ഹിസ് കാറ്റ് ജെഫ്രി. ചെറുതാണെന്ന് തോന്നാം, എന്നിരുന്നാലും the derogatory term Cockney School was coined in a series of hostile articles published in which magazine beginning in 1817. ഈ വാക്ക് കോക്നി സ്കൂൾ എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ബ്ലാക്ക്വുഡ്സ് എഡിൻബർഗ് മാഗസിനിൽ നിന്നാണ് വരുന്നത്. The attacks appeared as On the Cockney School of Poetry, a series beginning in 1817 in the Tory-leaning Blackwood Edinburgh magazine. അപ്പോൾ ഒരു ഹോസ്റ്റൽ പോലെ ഒരു എതിരഭിപ്രായം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കൂളും അതിലെ ആൾക്കാരെ ഇത് പറ്റി പറയാൻ തുടങ്ങുന്നത്. ഫൈൻ. The Cockney School articles are usually attributed chiefly to which critic writing under the pseudonym Z? നല്ല ചോദ്യമാണ്. ജോൺ ഗിബ്സൺ ലോക്ക്ഹാർട്ടിനെ നമുക്കറിയാം. ലോക്ക്ഹാർട്ട് റൈറ്റിംഗ് ആസ് Z authored most of the Cockney School attacks with fellow Blackwood writers John Wilson. അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇതിനൊക്കെ തിരികൊളുത്തി വിട്ടത്. The leader and central figure targeted by the Cockney School label was. അപ്പൊ ആരെയാണ് ഇവര് ഇതിനു വേണ്ടി മുൾമുനയിൽ നിർത്തിയത്, ആരെയാണ് ടാർഗറ്റ് ചെയ്തത്? ലേ ഹണ്ടിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ലേ ഹണ്ട് whose circle included Keats and Hazlitt. ഓക്കെ, ഇവരെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലോക്ക്ഹാർട്ടും ബാക്കിയുള്ള ആൾക്കാരും കൂടെ അറ്റാക്ക് ചെയ്യുന്നത്. എന്ത് പറഞ്ഞിട്ടാ കളിയാക്കുന്നത്? കിങ് ഓഫ് ദ കോക്നീസ് എന്ന് പറഞ്ഞിട്ടാണ് ലേ ഹണ്ടിനെ കളിയാക്കുന്നത്. ഓക്കെ, ദ കോക്നി സ്കൂൾ ക്രിട്ടിക്സ് primarily mocked the group for their perceived. അപ്പൊ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവരെ കളിയാക്കുന്നത്? എന്തുകൊണ്ടാണ് കോഗ്നി സ്കൂളുകാരെ കളിയാക്കാൻ കാരണം? ലോവർ മിഡിൽ ക്ലാസ് ഒറിജിൻസ്, ലാക്ക് ഓഫ് ക്ലാസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് വൾഗർ ടേസ്റ്റ്. അപ്പൊ ഇവർ വലിയ ആൾക്കാരാണെന്നും ബാക്കിയുള്ളവർ ചെറിയവരാണെന്നുള്ള ഒരു മനസ്സിലാക്കലിൽ നിന്നാണ് ഈ വൾഗർ ടേസ്റ്റ് എന്നൊക്കെ പറയാൻ കാരണം. ഇവർ ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്ന ആൾക്കാരാണ്, ഇത് പ്രശ്നമല്ലല്ലോ. In a notorious jibe, Lockhart advised Keats to abandon poetry and return to his former training in. ഈ പണി നിർത്തിപ്പോവെന്നാണ് ബേസിക്കലി പറയുന്നത്. ഓക്കെ, പ്ലാസ്റ്റേഴ്സ്, പിൽസ് ആൻഡ് ഓയിൻമെന്റ് ബോക്സസ്, ബേസിക്കലി അപ്പോത്തിക്കരി സർജറിയിലേക്ക് മടങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, കാരണം കീറ്റ്സ് അവിടെയാണ് അദ്ദേഹത്തിന്റെ
ഫസ്റ്റ് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയിട്രി വിട്ടതിന് ശേഷം തിരിച്ചു പോകാന്നാണ് പറയുന്നത്. Lehan's narrative poem that first drew hostile Cockney school attention for its informal style and its treatment of incest was the story of Rimini. കാരണം Hunt's 1816 retelling of the Paula and Francesca story from Dante, ഡാന്റെയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥേനെ തിരിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഹോസ്റ്റിലിറ്റി അവിടെ ക്രിയേറ്റ് ആവുന്നത്. Besides Hunt and Keats, which liberal essayist and critic was also grouped under the Cockney school attacks. കീറ്റ്സിനെയും ഹണ്ടിനെയും അല്ലാതെ ആരെയാണ് ഇവര് അറ്റാക്ക് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. വില്യം ഹാസ്ലിറ്റും അതിന്റെ ഒരു പാർട്ടായിട്ട് തുടരുന്നുണ്ടായിരുന്നു. അപ്പൊ അവരായിരുന്നു ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. The Cockney school attacks were substantially fueled by political hostility between Blackwood's Tory outlook and Hunt's circle association with. അപ്പൊ ഇവരാരുമായിട്ട് കൂടി നിന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ലിബറൽ ആൻഡ് റാഡിക്കൽ റിഫോമിസ്റ്റ് പൊളിറ്റിക്സ് അതുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ്. എന്താ കാരണം? Hunt's newspaper, The Examiner, and his circle were linked to liberal politics. Okay. Making them natural targets for conservative Blackwood. Blackwood മാഗസീനിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹണ്ടിന്റെ ഈ ഒരു നോർമൽ ഒരു സാധാരണക്കാരനെ പോലെയുള്ള പോക്ക് ഇഷ്ടാവുന്നില്ല. അതുകൊണ്ടാണ് അവിടെ വരുന്നത്. Keats' poetry and specifically his 1818 poem Endymion was singled out in the installment of Lockhart's series title. അപ്പോൾ കീറ്റ്സ് 1818 എൻഡിമിയൻ എഴുതുന്നത് കൂടി എന്താണ് അവിടെ ഒരു ബുക്കിന്റെ പേര് വരുന്നത്? ലോക്ക്ഹാർട്ട് ഒരു എതിര് ബുക്ക് എഴുതുന്നുണ്ട്, ഒരു സീരീസ് എഴുതുന്നുണ്ട്. അതിന്റെ പേരെന്താ? ഓൺ ദ കോക്നി സ്കൂൾ ഓഫ് പോയിട്രി നമ്പർ 4. ഓക്കെ, കളിയാക്കലാണ്. Modern literary historians have generally reassessed the Cockney school labeled as reflecting chiefly. മോഡേൺ ലിറ്റററി ഹിസ്റ്റോറിയൻസ് എങ്ങനെയാണ് ഇവരെ കണക്കാക്കുന്നത്? ക്ലാസ് ബേസ്ഡ് ആൻഡ് പൊളിറ്റിക്കൽ പ്രെജുഡീസ് റാദർ ദാൻ ജെനുവിൻ എസ്തെറ്റിക് ജഡ്ജ്മെന്റ് എന്നാണ് പറയുന്നത്. ഇവര് ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള എഴുത്തുകളാണ് കൂടുതൽ എഴുതിയത്. എന്തായിരുന്നില്ല, ഒരു എസ്തെറ്റിക് ജഡ്ജ്മെന്റ് ആയിരുന്നില്ല അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. The Pre-Raphaelite Brotherhood was founded in 1848 by Dante Gabriel Rossetti, John Everett Milias and മൂന്നാമത്തെ ആൾ ആരായിരുന്നു? വില്യം ഹോൾമാൻ ഹണ്ട്. നമ്മൾ പറഞ്ഞു നിർത്തിയ ഹണ്ട് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന? PRB എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ്, PRB 1848 ഇത് ഫോം ചെയ്യുന്നുണ്ട്. അതില് റോസറ്റി ഉണ്ടായിരുന്നു, വൂൾണർ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. The short-lived Pre-Raphaelite literary journal publishing poetry and criticism was titled The Short-Lived Pre-Raphaelite Literary Journal. അതിന്റെ പേരെന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. The Germ എന്നുള്ളതാണ്. The Germ 1850 ran for only 4 issues but featured early Pre-Raphaelite poetry including D.G. Rossetti and Christina Rossetti. ഓക്കെ, ദ ജേം എന്നുള്ളതാണ് പ്രീ റാഫലൈറ്റ് ലിറ്റററി ജേർണലിന്റെ പേര്. Dante Gabriel Rossetti's poem, imagining a deceased woman gazing down from heaven, longing for her earthly lover, is titled The Blessed Damozel. Okay. Christina Rossetti's best-known narrative poem about 2 sisters tempted by goblin merchants selling enchanted fruits is, ഭയങ്കര എളുപ്പമുള്ള ചോദ്യമാണ്. ഗോബ്ലിൻ മാർക്കറ്റ് എന്നുള്ളതാണ് അതിന്റെ പേര്. അതില് ഹോമോസെക്ഷുവാലിറ്റി, ലെസ്ബിയനിസം ഒക്കെ പറയുന്ന ഒരു പോയമായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. അത് ക്രിസ്റ്റീന റോസറ്റിയാണ് എഴുതുന്നത്. വില്യം മോറിസ് ഏർലി പോയട്രി കളക്ഷൻ ഡ്രോയിങ് ഓൺ അർത്തേറിയൻ ആൻഡ് മെഡീവൽ മെറ്റീരിയൽ ഈസ് ടൈറ്റിൽഡ്. നല്ലൊരു ചോദ്യമാണ്. ദ ഡിഫെൻസ് ഓഫ് ഗുൻവർ ആൻഡ് അതർ പോയംസ്. ഓക്കെ, വില്യം മോറിസിന്റെ പോയട്രി കളക്ഷന്റെ പേരാണ്. ആൽഗർണൺ ചാൾസ് സ്വൈൻബേൺ. ആൽഗർണൺ സ്വൈൻബേൺ എന്ന് പറയുന്നതാണ് നമുക്ക് എളുപ്പം. ഹിസ് പോയട്രി അസോസിയേറ്റ്
associated with the later pre-Raphaelite circle was notorious on publication for its what? Sensuous, transgressive treatment of sexuality and paganism. സ്വയംബേണിന്റെ ഒരു ബുക്കിന്റെ പേര് ഇവിടെ പറയുന്നുണ്ട്. പോയംസ് ആൻഡ് ബെല്ലാഡ്സ് 1866 ഇത് ഇറങ്ങുന്നുണ്ട്. സ്കാൻഡലൈസ്ഡ് വിക്ടോറിയൻ റീഡേഴ്സ് വിത്ത് ഇറ്റ്സ് എക്സ്പ്ലിസിറ്റ് സെൻഷ്വാലിറ്റി ആൻഡ് ആന്റി ക്രിസ്ത്യൻ ആൻഡ് പൈഗൻ തീംസ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അത് വരാനായിട്ടുള്ള കാരണം, നൊട്ടോറിയസ് എന്ന് പറയുന്നതിനുള്ള കാരണം. Pre-Raphaelite poetry is generally characterized by an emphasis on. എന്തുകൊണ്ടാണ്, എന്തിൽ എംഫസൈസ് ആണ് കൊടുത്തിട്ടുള്ളത്? സെൻഷ്യസ്, medieval imagery, intense visual detail, and symbolic ornament. The initial pre-Raphaelite brotherhood, signed by the founding pre-Raphaelite painters on their early works, stood for. അപ്പോൾ എൻ്റെ തുടക്കക്കാരായിട്ടുള്ള പെയിന്റേഴ്സ്, കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ എന്തിൻ്റെ പേരിലാണ് ഇത് തുടങ്ങി വെക്കുന്നത്? പ്രീ-റാഫ്ലേറ്റ് ബ്രദർഹുഡ് ഉണ്ടാവണം എന്നുള്ള പേരിലാണ് അവർ വരുന്നത്. ആൻഡ് ദയർ റിജക്ഷൻ ഓഫ് അക്കാഡമിക് കൺവെൻഷൻസ്, അതായത് ഇന്ന രീതിയിലേ ഈ കാര്യം ചെയ്യാൻ പാടും, ഈ രീതിയിൽ കവിത എഴുതണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ വിശ്വസിച്ചിരുന്നില്ല. വിച്ച് പ്രീ-റാഫ്ലേറ്റ് അസോസിയേറ്റഡ് പോയറ്റ് ആൻഡ് ഡിസൈനർ ഓൾസോ ഫൗണ്ടഡ് ദ ഡെക്കറേറ്റീവ് ആർട്സ് ഫേം മോറിസ് ആൻഡ് കോ ആൻഡ് റോഡ് ദ ഉട്ടോപ്പിയൻ റൊമാൻസ് ന്യൂസ് ഫ്രം നോവർ. അത് നല്ലൊരു ചോദ്യമാണ്. മോറിസ് ആൻഡ് കോ ഉണ്ടാക്കുന്നതും ന്യൂസ് ഫ്രം നോവർ എന്ന് പറയുന്നത് ചെയ്യുന്നതും ആരാണ്? വില്യം മോറിസ് ആണ്. ഓക്കെ. മോറിസ് കമ്പൈൻഡ് പോയട്രി, ഡിസൈൻ ആൻഡ് സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സ്. അതിൽ നിന്നാണ് ന്യൂസ് ഫ്രം നോവർ 1890 വരുന്നത്. The pre-Raphaelites took their name from their admiration for art produced before the Italian painter Raphael. റാഫേലിന് മുന്നേ ഉണ്ടായിരുന്നത്. Favoring earlier, more sincere medieval and early Renaissance styles. Okay. അപ്പോൾ എന്ത് തീരുമാനമാണ് അവർ എടുക്കുന്നതെന്നാണ് അതിൽ പ്രധാനപ്പെട്ടത്. The term Georgian poetry derives from anthology volumes edited by Edward Marsh, named after the reign of. ജോർജിയൻ പോയട്രിയിലേക്ക് എത്തിയപ്പോൾ കാലം പിന്നെയും കടന്നു പോകുന്നുണ്ട്. ആന്തോളജി വോളിയൂംസ് എവിടെ നിന്നാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ആഫ്റ്റർ ദ റെയിൻ ഓഫ്, ഭരണം അല്ലേ, കിങ് ജോർജ് ഫോറിന് ശേഷം, കിങ് ജോർജ് ഫൈവിന് ശേഷമുള്ള അസഷൻ ഇൻ 1910 gave the era its name. ജോർജ് 10 ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. 1910 എഡ്വേർഡ് മാർഷ് Georgian poetry anthologies were published through which London bookshop or press closely associated with the movement? ഏതുമായിട്ടാണ്? The Poetry Bookshop. ഹെറോൾഡ് മോൺട്രോ ആണ് അത് എഴുതിയിട്ടുള്ളത്. റൂബർട്ട് ബ്രൂക്സ് സെലിബ്രേറ്റഡ് വാർ സോണറ്റ്. ബ്രൂക്ക് അപ്പോൾ വാർ പോയറ്റ്സ് ആണ്. വാർ സോണറ്റ് ബിഗിനിങ് ഇഫ് ഐ ഷുഡ് ഡൈ തിങ്ക് ഓൺലി ദിസ് ഓഫ് മീ ഈസ് ടൈറ്റിൽഡ് ദ സോൾജിയർ. ഇവരൊക്കെയാണ് പറയുന്നത്, ഈ വാർ സോൾജിയേഴ്സ്, വാർ പോയറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്, ഞാൻ മരിച്ചാൽ ആ മരിക്കുന്ന സ്ഥലം പോലും ഇംഗ്ലണ്ടിനെയാണെന്ന് പറഞ്ഞ് മരിക്കുന്ന ആൾക്കാരെ ഇവരൊക്കെ. ദ സോൾജിയർ ഫ്രം ബ്രൂക്സ് 1914 സോൺ സീക്വൻസ് ഐഡിയലൈസസ് പാട്രിയോട്ടിക് സാക്രിഫൈസ്. അതാണ് വാർ പോയറ്റ്സ് ആണല്ലോ ഇവര്. Which Georgian poet is specifically known for pastoral nature verse and their memoir, The Autobiography of a Super Tramp? W.H. ഡേവിസ് ആണ് അതിൽ വരുന്ന ആള്. ജോൺ മേസ്ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ദ ജോർജിയൻ മൂവ്മെന്റ് ആൻഡ് ലേറ്റർ അപ്പോയിന്റഡ് പോയറ്റ് ലോറൈറ്റ്. അപ്പൊ ജോൺ മേസ്ഫീൽഡ് എന്നുള്ള ആള് പോയറ്റ് ലോറൈറ്റ് ആയിരുന്നു. ഈസ് എസ്പെഷ്യലി നോൺ ഫോർ പോയംസ് ഓഫ്. ജോൺ മേസ്ഫീൽഡിന്റെ പ്രധാനപ്പെട്ട പോയംസ് ദ സീ ആൻഡ് ദ മാരിടൈം ലൈഫ്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു വർക്കുകളാണ്, പോയംസ് ആണ് സീ ഫീവർ ആൻഡ് കാർഗോസ്, സെൻട്രൽ ടു ഹിസ് ജോർജിയൻ റെപ്യൂട്ടേഷൻ. അപ്പൊ അദ്ദേഹത്തിന് 2 വർക്ക് കൂടെ പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വാൾട്ടർ ഡെ ലാ മേർസ് പോയട്രി often featured in the Georgian anthologies is particularly noted for its. എന്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്? വാൾട്ടർ ഡെ ലാ മേർസിന്റെ പോയംസ് എന്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്?
dreamlike, supernatural, and childlike imaginative quality. Which poet, though included in early Georgian poetry volumes, later became far better known for harsher, disillusioned poetry critiquing the First World War? നല്ലൊരു ചോദ്യമാണ്. സിഗ്ഫ്രഡ് സസൂണിന്റെ പോയട്രീസിനെ പറ്റി നമുക്കറിയാം. അപ്പൊ അവിടെ ഫസ്റ്റ് വേൾഡ് വാർ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്കിവിടെ കിടക്കുന്നുണ്ട്. The Georgian poets are often characterized, especially in later critical assessment, as favoring ജോർജിയൻ പോയിറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു കമന്റ് ആണത്. ഓക്കെ, ട്രഡീഷണൽ ഫോംസ് ആൻഡ് പാസ്റ്ററൽ ഇംഗ്ലീഷ് റൂറൽ തീംസ് ഓവർ മോഡേണിസ്റ്റ് എക്സ്പെരിമെന്റേഷൻ. കാരണം ജോർജിയൻ പോയിറ്റ്സ് ഒക്കെ വരുമ്പോഴേക്കും 1900-ങ്ങൾക്ക് ശേഷമാണ്. 1900 എന്ന് പറയുമ്പോഴേക്കും തന്നെ നമുക്ക് അവിടെ വിക്ടോറിയ രാജ്ഞിയുടെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞ് ജോർജ് രാജാവ് വരുന്നു. അതിനുശേഷം ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ മുന്നിലെത്തുന്നു. അപ്പോഴാണ് റൂറൽ തീംസ്, നാട്ടിൻപുറത്തെ തീംസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ ഫേവർ ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത്. The Georgian movement was later criticized by modernist figures like Ezra Pound as being overly. ഇപ്പോൾ ഈ ജോർജിയൻ ഈ നാട്ടിൻപുറത്തെ റൂറൽ പരിപാടികളൊക്കെ എസ്ട്രാ പൗണ്ട് വരെ കുറ്റം പറയുന്നുണ്ട്. എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. ബിക്കോസ് those poems or poets were conventional, nostalgic and insufficiently innovative. അപ്പൊ ഇതാണ് പ്രശ്നം. ഇവര് നാട്ടിൻപുറത്തെ കാര്യങ്ങൾ പറയുന്നതാണ് പ്രശ്നം. Which poet associated with the Georgians and later known for the war memoir, undertones of war, നല്ല ചോദ്യം, combined deep attachment to the English countryside with unflinching memories of combat? എഡ്മണ്ട് ബ്ലണ്ടൻ ആണ് ഇതിന്റെ ഉത്തരം. എനിവേ, ഇന്നത്തെ പരിപാടികളൊക്കെ ഞാൻ നിർത്തുകയാണ്. സോ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പഠിക്കുന്ന ഒരു കൂട്ടുകാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അയച്ചു കൊടുക്കാം. കാരണം അധികം ദിവസമില്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ കുറേ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും. യു ക്യാൻ ഈസിലി വാച്ച്. കുറേ അധികം MCQ ആയിട്ട് അതിൽ കിടപ്പുണ്ട്. സോ എന്തായാലും കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഏതെങ്കിലും പോർഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MCQ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.